23 സ്റ്റേറ്റിന്റെ വേക്കൻസി പറയുന്നുണ്ട്. ഞാൻ കേരളത്തിലാണ്. കേരളത്തിൽ നോക്കുകയാണ് ഇപ്പോൾ. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇച്ചിരി വലുതായിട്ട് കാണാം. ഇവിടെ ആലപ്പുഴ പറയുന്നുണ്ട്, ആലുവ, കാലിക്കറ്റ്, കണ്ണൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇടുക്കി, ഇരിങ്ങാലക്കുട, കാസർഗോഡ്, കോട്ടയം, ലക്ഷദ്വീപ്, മഞ്ചേരി, മാവേലിക്കര, ഒറ്റപ്പാലം, അങ്ങനെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ലൊക്കേഷനിലെയും വേക്കൻസി പറയുന്നുണ്ട്. അപ്പം എനിക്കിപ്പോ ഒരു ലൊക്കേഷനിലെ വേക്കൻസി നോക്കണമെങ്കിൽ സെലക്ടഡ് ഡിവിഷനിൽ പോയി ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴ ഞാൻ നോക്കുക. ആലപ്പുഴ ബി പോസ്റ്റ് വരുമ്പോൾ ഇവിടെ എന്തുമാത്രമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുമാത്രം വേക്കൻസിയാണ്. എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും വേക്കൻസി ഉണ്ട്. അതാണ് ഈ മലയാളം, ഇവിടുത്തെ മലയാളത്തിന്റെ ഇതും തന്നു. മലയാളം നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ കേരളത്തിലെ ഒരു വേക്കൻസിയാണ് ഈ കാണിക്കുന്നത്. കൂട്ടുകാരെ, വളരെയേറെ നാളത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷമാണ് പോസ്റ്റ് ഓഫീസിന്റെ GDS റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ തൊട്ട് ഇത് നോട്ടിഫിക്കേഷൻ 10-ാം തീയതി നോട്ടിഫിക്കേഷൻ ഇത് ഔട്ടായി. അപ്പം ഇന്നലെ തൊട്ട് 10-ാം തീയതി തൊട്ട് ഇത് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓഫറാണ്. കാര്യം നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ ഇതിന്റെ ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത്, ഇത് ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നതില്ല, ഇന്റർവ്യൂ എന്ന് പറയുന്നതില്ല. നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ ഒരു മാർക്ക് നോക്കിയിട്ടാണ് ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. അത് കണക്ക് തന്നെ നിങ്ങളുടെ 10-ാം ക്ലാസ് 10 ജയിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. 10-ാം ക്ലാസ്സിലെ മെറിറ്റ് ലിസ്റ്റ് നോക്കി അതിനകത്ത് 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയത് 40% ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50% ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കണക്ക് തന്നെ 60%, 90%, 100% കിട്ടിയവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. കാര്യം 40% കിട്ടിയവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് വേക്കൻസി ഉണ്ട്. 21,400 വേക്കൻസി ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ നടന്നുപോയി ജോലി ചെയ്യുവാൻ പറ്റിയ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിനിയോഗിക്കണം. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ജോബിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയില്ല. ഇതെന്ന് പറഞ്ഞാൽ അവരവരുടെ ഇപ്പൊ കേരളത്തുകാർക്ക് മലയാളത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയി നമുക്ക് മലയാളം പറഞ്ഞുകൊണ്ട് നമുക്ക് ഹിന്ദിയുടെ പേടി വേണ്ട, ഇംഗ്ലീഷിന്റെ പേടി വേണ്ട. മലയാളം സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റ്മാനായിട്ട് ജോലിയുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ്, നമ്മുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ജോലി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യണം. നമുക്കപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ, ഇത് അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ചെറുതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് വിപുലീകരിച്ച് അത് സംസാരിക്കുന്നതായിരിക്കും. അപ്ലൈ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, അവിടുന്ന് ഇതിന്റെ വേക്കൻസിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനിൽ എങ്ങനെയാ ചെയ്യുന്നെന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു അടുത്ത വീഡിയോയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ചേർന്ന് നിൽക്കുക. അപ്പം ഈ ഒരു വേക്കൻസി വളരെ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു വേക്കൻസിയാണ് ഗവൺമെന്റ് ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ അപ്ലൈ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഓൺലൈൻ ഫോർ 21,413 പോസ്റ്റ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സുകാർക്ക് മാത്രമായിട്ടുള്ള 10-ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10 ജയിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി GDS റിക്രൂട്ട്മെന്റ് 2025 ഓർഗനൈസേഷൻ ഇന്ത്യ പോസ്റ്റ് നെയിം ജോബ് വേക്കൻസീസ് ഗ്രാമീൺ ഡാക് സേവക് GDS ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM
ടോട്ടൽ പോസ്റ്റ് 21,413 പോസ്റ്റാണ്. അപ്ലൈ മോഡ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. യു ക്യാൻ അപ്ലൈ ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഈ ഇന്ത്യ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഏത് ഗ്രാമങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ എല്ലാവർക്കും മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യ പോസ്റ്റ് GDS റിക്വയർമെന്റ് 20-25 നിങ്ങളുടെ ഇതിന്റെ സാലറി 10,000 രൂപ തൊട്ട് 29,380 രൂപ വരെയാണ്. അതിന്റെ ബ്രേക്കപ്പ് ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. ഓരോ പോസ്റ്റിനും എങ്ങനെയാണെന്നുള്ളത്, ഓരോ വേക്കൻസിക്കും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണെന്നാണ് പറയുന്നത്. മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം ഏജ് 40 വയസ്സാണ്. നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ തുടങ്ങിയ ഉടൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പുറത്തു പോവുകയും പിന്നെ വീണ്ടും നിങ്ങൾക്ക് സംശയം വരിക, നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാവരിലും ഉണ്ട്. എൻ്റെ വീഡിയോയിലെ താഴെ നോക്കിയാൽ പലരും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. കാര്യം വീഡിയോ മൊത്തം കാണുന്നില്ല. നിങ്ങൾ വീഡിയോ മൊത്തം കാണുക. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇടും. അതുകൂടാതെ ഇത് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് വിടും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ അതും കാണത്തില്ല, വീഡിയോയും മൊത്തമായിട്ട് കാണത്തില്ല. എന്നിട്ട് നിങ്ങൾ ഏജ് എത്രയാ അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് വീഡിയോ മൊത്തമായി കാണുവാൻ ശ്രമിക്കുക. ഇതിനകത്ത് തന്നെ ഈ 18 തൊട്ട് 40 വയസ്സ് വരെ ഏജ് ആണെന്ന് ഞാൻ പറഞ്ഞ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ ഇളവുണ്ട്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് OBCക്ക് 3 വർഷത്തെ ഉണ്ട്. EWSന് നോ റിലാക്സേഷൻ. ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തെ PWD, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 10 വർഷത്തെ ഇതുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് PWD പ്ലസ് OBC 13 വർഷത്തെ ഉണ്ട്. ഡിസബിലിറ്റീസ് പ്ലസ് SC ST 15 വർഷത്തെ ഇളവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഫോർ SC ST PWD ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. പേയ്മെന്റ് മോഡ് ഓൺലൈൻ വഴി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമും ഇല്ല, അത് കണക്ക് തന്നെ ഇന്റർവ്യൂ ഇല്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് അനുസരിച്ചാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനം എന്ന് പറയുന്നത്, മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിന്റെ ആ ഒരു പെർസെൻറ്റേജ് വെച്ചുള്ള മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ അത് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞ ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ എത്രയാ സാലറി എത്രയാണെന്നുള്ളത്. BPMനുള്ള 12,000 തൊട്ട് 29,380 രൂപയാണ്. ABBPM ഡാക്ക് സേവകർക്കുള്ളത് 10,000 തൊട്ട് 24,470 രൂപയാണ്. ഇനി നിങ്ങൾ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ഏതെല്ലാം നിങ്ങൾക്ക് വേണം. കാര്യം ഓൺലൈനിലായതുകൊണ്ട് കറക്റ്റ് ആ നോട്ടിഫിക്കേഷനിലും ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ നോട്ടിഫിക്കേഷനിലും പറയുന്ന important documents will be required to carry following documents in original as applicable and 2 set of self-attested photocopies of submission. ഇത് ഞാൻ അത് അവിടെ പറയുന്ന നോട്ടിഫിക്കേഷൻ പറയുന്നതാണിത്. അപ്പം മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, PWD സർട്ടിഫിക്കറ്റ് വേണം, EW സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വേണം, ട്രാൻസാക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ 10th ക്ലാസ്സിലെ ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുക, അല്ലെങ്കിൽ 10th ക്ലാസ്സിലെ ആ ഷീറ്റ് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ ഓഫ് എനി ഗവൺമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുക, നിങ്ങൾ നോക്കുക, ഒന്നുകൂടെ ചെക്കൗട്ട് ചെയ്യുക. ഹൗ ടു അപ്ലൈ ഇന്ത്യ പോസ്റ്റ് GDS റിക്വയർമെന്റ് 2025. Candidates must read the official notification carefully from the official website. നിങ്ങൾ വെബ്സൈറ്റിൽ കെയർഫുള്ളി ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കെയർഫുള്ളി പഠിക്കണം. ദിസ് ആൻ ഓൺലൈൻ വേക്കൻസി. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറയുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 10 ഫെബ്രുവരി തൊട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 3 മാർച്ച് വരെ ഇതിന്റെ
നടക്കും. ഈ 3 മാർച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം നിങ്ങൾക്ക് തരും. ആ 2 ദിവസം നിങ്ങൾക്ക് ഇത് മോഡിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും തെറ്റുപറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അതായത് ഈ 3-ാം തീയതി മാർച്ച് 3 കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്ന ആ സമയം കഴിഞ്ഞിട്ട് ആ ഷെഡ്യൂൾ കഴിഞ്ഞ് 2 ദിവസം നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ആയിട്ട് തരും. ഈ 2 ഇതാണ് ഓൺലൈൻ അപ്ലൈയുടെ ലിങ്ക്. ഞാൻ വീണ്ടും പലരും എന്നോട് ചോദിക്കും ലിങ്ക് കാണുന്നില്ല, ലിങ്ക് എവിടാണെന്ന്. അതായത് വീഡിയോ അപ്ലൈ ചെയ്യുവാനുള്ള ആ ലിങ്ക് ഞാൻ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതി അവിടെ പോയി നിങ്ങൾ അതേ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ താഴെ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ വരെ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 2 ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടുന്ന് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ലിങ്കിലും പോകാം, അപ്ലൈയുടെ ആ ഒരു പേജിലേക്ക് പോകാം, നോട്ടിഫിക്കേഷനിലും വരാം. അപ്പൊ ഇനി ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ രജിസ്ട്രേഷൻ എങ്ങനെയാ ഇതിന്റെ അപ്ലൈ എന്നുള്ള ഒരു രീതി നിങ്ങളെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ അവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ലിങ്കിൽ വന്നെന്ന് കണ്ടു. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ 10/2/2025 തൊട്ട് 3 മാർച്ച് 2025 വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ആൻഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാർച്ച് 2025 തൊട്ട് 8 മാർച്ച് 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇവിടുന്ന് താഴോട്ട് വരുമ്പം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM എന്നുള്ള അത് അവരുടെ ആ ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. ജോബ് പ്രൊഫൈൽ ഓഫ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഇൻക്ലൂഡ്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കണം. അവിടെ അത് കണക്ക് തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM ഇവരുടെ ജോബ് പ്രൊഫൈൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഡാക്ക് സേവകിന്റെ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞത് കണക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കുക. വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് 23 സ്റ്റേറ്റിന്റെ വേക്കൻസി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ഡൽഹി, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആസാം, ഗുജറാത്ത്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഹരിയാന, കർണാടക, നോർത്ത് ഈസ്റ്റ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, കേരള. നമ്മുടെ കേരള ഇവിടെ ഉണ്ട്. ഒഡീസ. ഈ കേരള എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഇത് കാണിക്കുകയാണ്. കേരള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. ആലപ്പി, ആലുവ, കാലിക്കറ്റ്, കണ്ണൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇരിങ്ങാലക്കുട, കാസർഗോഡ്, കോട്ടയം, ലക്ഷദ്വീപ്, മഞ്ചേരി, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സപ്പോസ് നിങ്ങൾ കൊയിലോൺ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടെ പോസ്റ്റിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹിന്ദി സെക്ഷനിൽ പോയി നിങ്ങൾക്ക് അവിടെയുള്ള നോർത്ത് സ്റ്റേറ്റിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള ആർക്ക് എവിടെ വേണേലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമുക്ക് ഇവിടെ വന്ന് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രധാന ഷെഡ്യൂളുകളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ രജിസ്ട്രേഷൻ. 2, അപ്ലൈ ഓൺലൈൻ. പിന്നെ ഫീസ് പേയ്മെന്റ് ഫീസ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയേ ഉള്ളൂ. അത് നിങ്ങൾ ഇവിടെ ചെയ്യണം. അപ്പം ഞാൻ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ഒരു ജനറലായിട്ട് കാണിക്കാം, രജിസ്ട്രേഷൻ എങ്ങനെയാ ചെയ്യുന്നെന്നുള്ളത്. ഈ രജിസ്ട്രേഷൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2 എണ്ണം വരും. ഒന്ന് രജിസ്ട്രേഷൻ, മറ്റ് ഫൊർഗെറ്റ് രജിസ്ട്രേഷൻ. നിങ്ങൾ ഫൊർഗെറ്റായി നിങ്ങളുടെ ആ നിങ്ങൾ നേരത്തെ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് കൊണ്ട് അത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ മേളിൽ രജിസ്ട്രേഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ വാലിഡേറ്റ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കണം. ഇമെയിൽ ID കൊടുത്തിട്ട് അത് നിങ്ങൾ വാലിഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എൻ്റെ പേര് വന്ന് അത് കൂടാതെ ഫാദേഴ്സ് നെയിം ഇവിടെ മദേഴ്സ് നെയിം കൊടുക്കണം, ഫാദേഴ്സ് നെയിം കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ കൊടുക്കണം, ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഇവിടെ കൊടുക്കണം. അതുകൂടാതെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് OBC ആണോ നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത്
ഷെഡ്യൂൾ ട്രൈബൽ ആണോ, ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, അതർ ബാക്ക്വേർഡ് ആണോ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ എടുക്കണം. ഇവിടെ സർക്കിൾ ഇൻ വിച്ച് സെക്കൻഡറി സ്കൂൾ പാസ്ഡ്, ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പൊ ഇതിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കേരള എടുക്കുകയാണെങ്കിൽ, കേരള സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേരള സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി, ഇവിടെ നിങ്ങളുടെ ഇയർ, നിങ്ങൾ ഏത് ഇയറിലാണ് നിങ്ങൾ പാസ് ചെയ്തത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇവിടെ എൻ്റെ ഈ ഒരു കാപ്ച നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യണം, LUTTH. ഇത്രയും ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സബ്മിറ്റ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ഞാനിപ്പോൾ ഇതിന്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നാളെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീണ്ടും ഞാൻ പറയും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാൻ. നിങ്ങൾക്ക് പലരും പറയും എനിക്ക് അപ്ലൈ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്, എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അത് മനസ്സിലാകുന്നില്ല, അതിനെപ്പറ്റി വീഡിയോ ഇടാവുന്ന. അപ്പൊ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിന്റെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. മാർച്ച് 3 വരെ അവസാന ഡേറ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത് കണക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടും എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. ആ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തേക്കൂടെ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ എങ്ങനെയാ ചെയ്യുന്നു എന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.